പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ആരാധന, ദൈവത്തിന് പുകഴ്ച. സകല സ്തുതിക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ എൻ്റെ കർത്താവും രാജാതിരാജാവും എന്നെ വീണ്ടെടുത്തവനുമായ എൻ്റെ ദൈവത്തിന് ഞാൻ സകല മഹത്വവും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ. കർത്താവിൽ ആമേൻ. എൻ്റെ ദൈവം ആശ്വാസത്തിൻ്റെ ഉറവിടമാണ്. എൻ്റെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ആമേൻ. എൻ്റെ ദൈവം സകലത്തിനും മതിയായ ദൈവമാണ്. ആ ദൈവത്തെ കീർത്തിക്കുന്ന, ആ ദൈവത്തെ ആമേൻ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു പാട്ടിൻ്റെ 2 വരികൾ ദിവസത്തിൽ വായിക്കുകയാണ്. ഹല്ലേലൂയ പാടുകയാണ്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്തകാരത്താൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിക്കൽ വന്നിങ്ങു മുട്ടിയിടുന്ന, ആശ്വാസമരുളാൻ വന്നിടുന്ന, വാതിക്കൽ വന്നിങ്ങു മുട്ടിയിടുന്ന, ആശ്വാസമരുളാൻ വന്നിടുന്ന. അരുമ പിതാവിൻ്റെ ഇമ്പസ്വരം നീയൊന്നു ശ്രവിച്ചിടുമോ, അരുമ പിതാവിൻ്റെ ഇമ്പസ്വരം നീയൊന്നു ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ, ശാപത്തിൻ്റെ ദുരിതത്തിൽ, രോഗത്തിൻ്റെ മാറാവേദനയിൽ കഴിയുന്ന പ്രിയപ്പെട്ട സ്നേഹിത, പ്രിയപ്പെട്ട സഹോദര, ആമേൻ. കർത്താവിന് ഹല്ലേലൂയ. മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ലാതെ എൻ്റെ തമ്പുരാൻ പറയുകയാണ് ഹല്ലേലൂയ. ഈ പാട്ടുകാരൻ എഴുതിയത് വെറുതെയല്ല. ആശ്വസിപ്പിക്കാൻ കഴിയുള്ള ആമേൻ ആരാധനയ്ക്ക് യോഗ്യൻ ഏക ഒരു ദൈവമുണ്ടെങ്കിൽ അത് ആമേൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവാണ്. എൻ്റെ യേശു രക്ഷകനാണ്. യേശു മതിയായ ദൈവമാണ്. സകലത്തിനും മതിയായ ഒരു ദൈവമുണ്ടെങ്കിൽ അതെൻ്റെ ഏക സത്യനിത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ ദൈവം വരും, ആ കർത്താവ് വരും. ആ കർത്താവ് ആമേൻ മത്തായി സുവിശേഷത്തിൽ ആമേൻ അവസാന അധ്യായത്തിൽ ആമേൻ പറഞ്ഞ ദൈവത്തിൻ്റെ ആമേൻ ശിഷ്യന്മാരെ ആമേൻ ബലപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ അത് ദൈവസന്നിധിയിൽ ആമേൻ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ മത്തായി സുവിശേഷം അവസാന അധ്യായം, ഹല്ലേലൂയ അധ്യായം 28
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 28-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അതിൽ പറഞ്ഞിരിക്കുന്നു, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. ആമേൻ. യേശു നേരത്തെ കൽപ്പിച്ചിരുന്നു അവിടെ എത്താൻ. യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. ആമേൻ. അവിടെ ചെന്നവർ കർത്താവിനെ കണ്ടു. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ഹല്ലേലൂയ. ചിലരോ സംശയിച്ചു. അക്കൂട്ടത്തിലുള്ള ചിലർ സംശയിച്ചു. യേശു അടുത്തെന്ന് ആമേൻ. ശിഷ്യന്മാർ അടുത്തെന്ന് പറയാം. ശിഷ്യന്മാർക്ക് പോലും സംശയമാണ്. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും, എവിടെയൊക്കെയാണെന്ന് നോക്കിയേ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. ആമേൻ. സകല ലോകത്തിലും അധികാരമുള്ള ഒരുവനുണ്ടെങ്കിൽ അതിൻ്റെ കർത്താവായ യേശുവാണെന്ന് ആമേൻ തിരുവചനത്തിൽ ആമേൻ തമ്പുരാൻ തന്നെ പറയുകയാണ്. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. എന്നിട്ട് ശിഷ്യന്മാരോട് ആമേൻ കൽപ്പിക്കുകയാണ്, ആകയാൽ ആമേൻ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും, ഒരു നാളെന്നല്ല, ആമേൻ, ഇന്ന് നിന്നെ ഞാൻ സഹായിക്കാം, നാളെ നിനക്ക് വിഷമം വരുമ്പോൾ മാറുമെന്നല്ല, ഇന്ന് നിനക്ക് ബുദ്ധിമുട്ടുണ്ട്, കഷ്ടതയുണ്ട്, അതുകൊണ്ട് ആമേൻ ഇന്നലെ വരെ ഞാൻ നിന്നെ സഹായിച്ചതല്ലോ, ഇനി ഞാൻ സഹായിക്കത്തില്ലെന്നല്ല. ആമേൻ. നിൻ്റെ എണ്ണയോ ആമേൻ വിളക്കോ തിരിയോ ആമേൻ സ്വർണമോ പാളിയോ അതൊന്നും എനിക്ക് വേണമെന്നല്ല. കർത്താവ് അവിടെ പറഞ്ഞത് ഒന്നേ പറഞ്ഞുള്ളൂ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവൻ വിശ്വസിക്കുന്ന ദൈവജനത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ഒരാളെയല്ല ഒരു ജാതിയെയല്ല ആമേൻ ഈ ലോകത്തുള്ള സകലരെയും, അതാണ് തക്കവണ്ണം സകല ജാതികളെയും ആമേൻ സ്തോത്രം ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആർക്കൊക്കെ ശിഷ്യരാകാം? കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, സകല ജാതികൾക്കും കർത്താവിൻ്റെ ശിഷ്യരാകാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ ഉപദേശങ്ങൾ കൈക്കൊണ്ടാൽ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, ആമേൻ വചനം പോലെ സ്നാനമേറ്റാൽ, ആമേൻ ദൈവത്തിൻ്റെ മകനാകാം, മകളാകാം. മകനും മകളും മാത്രമല്ല, ഈ ഉപദേശങ്ങൾ കൈക്കൊണ്ടാൽ, ഈ കൽപ്പനകൾ അനുസരിച്ചാൽ ആമേൻ പ്രിയമക്കളാകാമെന്ന് തിരുവചനത്തിലുണ്ട്. ഹല്ലേലൂയ. ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും, ഒരു നാളില്ല ആമേൻ, നിങ്ങളുടെ ആമേൻ ലോകത്തിൻ്റെ അവസാനം ആമേൻ മനുഷ്യനെല്ലാം മാനവ രാശി മൊത്തവും ആമേൻ ഒരുമാതിരി ഹല്ലേലൂയ. ഇന്നത്തെ ഓരോ പ്രവർത്തികളും കാണുമ്പോൾ മനുഷ്യർക്കറിയാം ആമേൻ വെട്ടും കുത്തും കൊലയും, ഒരു വശത്ത് ആമേൻ ജാതി പറഞ്ഞ്, മറുവശത്ത് സമുദായം പറഞ്ഞ്, മറ്റൊരു വശത്ത് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ, അല്ലെങ്കിൽ ദൈവനാമത്തിൽ അവർ ആരാധിക്കുന്ന, അവർ സേവിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മോഷണം, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും, ഇതൊക്കെ ലോകത്തിൻ്റെ അവസാനമെന്ന് തിരുവചനം പറയുന്നു. പ്രിയപ്പെട്ട സ്നേഹിത, പ്രിയപ്പെട്ട സഹോദര, എൻ്റെ കർത്താവ് പറയുന്നത് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്ന് ഉണ്ട് എന്ന് അരുളി ചെയ്തു. ദൈവം തമ്പുരാൻ അരുളി ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിത, സഹോദര, സഹോദരി, ആമേൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ വിളിക്കുന്നു. ആമേൻ. യേശു പറഞ്ഞു, വഴിയും സത്യവും ആമേൻ ഞാനാ. ആമേൻ. എന്തിലേക്കുള്ള വഴി? ആമേൻ. ആമേൻ. നിത്യരാജ്യത്തേക്കുള്ള വഴി. ആമേൻ. സ്വർഗത്തിലേക്കുള്ള വഴി. ആമേൻ. പാപത്തിൽ നിന്ന് ആമേൻ നിങ്ങളെ ആമേൻ ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന എന്നെ വിടുവിച്ച ദൈവം, ആ കർത്താവിനും ജീവിക്കുന്ന ആ തമ്പുരാൻ വരാറായി. നമുക്കൊരുങ്ങാൻ, കാത്തിരിക്കാൻ പ്രത്യാശയോടെ. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. സർവശക്തനായ ദൈവമേ, എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചാട്ടെ. ദൈവകൃപ കൊണ്ട് പൊതിഞ്ഞാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ. ആമേൻ.